ഒരു വീട് തീ പിടിച്ച് കത്തി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? വീഡിയോ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടും. ഇൻസ്റ്റയിൽ മാത്രം ആക്കണ്ട, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടോ. നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലാണ് ഫോളോവേഴ്സ് കൂടുതൽ, 16 ഫോളോവർ. എടോ മണക്കൂസന്മാരെ, നമ്മൾ തീ അണയ്ക്കാൻ നോക്കണം. ആ സാറേ, ഇതുപോലെ ഒരു സ്ഥലത്തെ ഒരു വീട് കത്തി നിൽക്കണ കണ്ട് നമ്മൾ അപ്പോഴേക്കും ഫയർഫോഴ്സിനെ വിളിച്ചു. പക്ഷേ ഫയർഫോഴ്സ് എത്ര മുമ്പേ തീ അണഞ്ഞു പോയി. Oh God, you guys are awesome. കോസം പറയാറായിട്ടില്ല, ഫയർഫോഴ്സ് വന്നോണ്ടിരിക്കല്ലേ. തീയും അണഞ്ഞു. പിന്നെ നമ്മളൊന്നും നോക്കില്ല, എല്ലാം കൂടെ വാരിയിട്ട് തീ ഒന്നുകൂടെ കത്തിച്ചു. പിന്നെ ഫയർഫോഴ്സ് വന്ന് തീ അണച്ചു. സാർ, ഇതുപോലുള്ള അപകടങ്ങൾ നിങ്ങൾ കാണുമ്പോൾ മനോധൈര്യം കൈവിടാതെ അതിനെ നേരിടണം. അതേ സാറേ, മുട്ടിൽ തീ. അയ്യോ തീ, റൺ ബേബി റൺ. വെറുതെ പറഞ്ഞ മനോധൈര്യം. മനോധൈര്യം നടക്കാൻ മറന്നുപോയി. അഗ്നിയേക്കാൾ അപകടകാരിയാണ് ജലം. അഗ്നിയെ നമുക്ക് ജലം വെച്ച് അണയ്ക്കാൻ പറ്റും, പക്ഷേ ജലത്തെയോ ബക്കറ്റിൽ കോരി കളയാൻ പറ്റും. തേമ്പി കിടക്കണം. സുനാമി കൊന്ന താൻ ബക്കറ്റിൽ വെള്ളം നിറച്ച് കോരി കളഞ്ഞോണ്ട് നിൽക്കോ? സാറേ, ഇവ ഒരു മണ്ടൻ. അറിയാം സാറേ, നമുക്ക് സുനാമി വരുമ്പോഴേ ഒരു പമ്പ് സെറ്റ് എടുത്ത് വെള്ളം മൊത്തത്തിൽ ഒരു ചാലിലോട്ടോ തോട്ടിലോട്ടോ അടിച്ചു കളഞ്ഞാൽ പോരെ. പിന്നെ സാറ് പറ, സുനാമി വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എടോ, ഏതൊരു അപകടം വരുമ്പോഴും നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. കട്ടിലടി കയറി ഒളിച്ചിരുന്നാൽ ഒരു പ്രശ്നം വരില്ല. പണ്ട് അപ്പൂപ്പ പറഞ്ഞതാണ് ലീലാകൃഷ്ണൻ.